ബിഗ് ബോസ് മലയാളം സീസൺ 7 30 ദിവസങ്ങൾ കഴിയുമ്പോൾ പല പല കളികൾ അവിടെ അരങ്ങേറുകയാണ്. ബുള്ളി ഗാങ്ങിൻ്റെ വക ഒരുപാട് കളികൾ അവിടെ നടക്കുന്നുണ്ട്. കുത്തിത്തിരിപ്പ് കളികൾ നടക്കുന്നുണ്ട്. കട്ടപ്പ കളികൾ നടക്കുന്നുണ്ട്. നേർക്ക് നേരെയുള്ള ചില കളികളും അവിടെ നടക്കുന്നുണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതിൽ നേർക്ക് നേരെ കളിക്കുന്ന രണ്ട് ബ്രില്യൻ ഗെയിമേഴ്സ് എന്നാണ് എനിക്ക് അനുമോളെയും ജിസലിനെയും കുറിച്ച് തോന്നിയത്. കാരണം അനുമോൾ വെറും വിക്ടിം കാർഡ് കളിയാണ്, കരച്ചിൽ കളിയാണ്, ഡ്രാമയാണ്, അങ്ങനെ പലതും പറയുന്നുണ്ടെങ്കിലും ബിഗ് ബോസ് ഷോയെക്കുറിച്ച് നല്ല ധാരണയുള്ള വ്യക്തിയാണ് അനുമോൾ എന്ന് വ്യക്തമാണ്. അവിടെ കണ്ടൻറ്റുകൾ കൊടുക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും എന്താണ് കണ്ടൻറ്റ് എന്ന്, എന്താണ് ക്യാമറ സ്പേസ് എന്നും, എന്താണ് അവിടെ ശരിക്കും അവിടെ അതായത് സോഫയിൽ ഇരുന്ന് വെറുതെ ഉറങ്ങാനല്ല, ലൈവ് അരോചകമാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അനുമോൾക്ക് വ്യക്തമായ ധാരണയുണ്ട്. അനുമോളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ അവിടെ കണ്ടൻറ്റ് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ജിസേൽ അത് വേറൊരു ഗെയിമാണ്. എന്തായാലും ജിസേലും അനുമോളും കളിക്കുന്നത് നേർക്ക് നേരെയാണ്. അവർ തമ്മിലുള്ള ഗെയിം കുറേ ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നേർക്ക് നേരെ കൊമ്പൂർത്ത് പല ആരോപണങ്ങളും അവർ പരസ്പരം ടാർഗറ്റ് ചെയ്ത് കളിക്കുന്നുണ്ട്. അറിഞ്ഞോ അറിയാതെയോ അവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് പരസ്പരം. വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പല കാര്യങ്ങളും തെറ്റായ അലിഗേഷൻസോ ശരിയായ അലിഗേഷൻസോ എന്തോ ആവട്ടെ, അവർ ഗെയിം അത്യാവശ്യം കളിക്കുന്നുണ്ട്. ഇന്ന് ലൈവിൽ തന്നെയാണെങ്കിലും നല്ല രസകരമായ സംഭവങ്ങളാണ് അരങ്ങേറിയത്. ജിസേൽ അനുമോൾക്കിട്ടൊരു പണി കൊടുക്കാൻ നോക്കി. ആ പണി ജിസേലിൻ്റെ തിരിച്ച് കിട്ടുകയും ചെയ്തു. പക്ഷേ അതവർ രസകരമാക്കി കേട്ടോ. അവർ തമ്മിൽ ശരിക്കും പറഞ്ഞാൽ വലിയ ആരോപണങ്ങൾ പരസ്പരം നടത്തി വലിയ ശത്രുക്കളായി തീരേണ്ടവരാണ്. പക്ഷേ ഇന്ന് ലൈവിൽ അവർ അനുമോളെ അനുകരിക്കേണ്ട അവസ്ഥ വന്നു ജിസേലിന്. പക്ഷെ അവർ അത്യാവശ്യം അവരെ കൊണ്ട് പറ്റുന്ന പോലെ അത് അനുമോളാണെങ്കിൽ നല്ലോണം അത് ജിസേലിന് നല്ല പണി കൊടുക്കുന്നുണ്ടായിരുന്നു. അത്യാവശ്യം അനുമോളെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്തു. ജിസേൽ അതിനനുസരിച്ച് കുറച്ച് സമയമൊക്കെ മാറി നടന്ന് ടാസ്ക് ചെയ്യാതെ നടന്നെങ്കിലും കുറേ സമയങ്ങളിൽ ജിസേൽ അനുമോളോട് സഹകരിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നല്ല രസമായിട്ട് തോന്നി. ഇന്ന് അവരുടെ ആ ഒരു ഇതൊക്കെ കണ്ടപ്പോൾ ഒരു ടോം ആൻഡ് ജെറി കോംബോ പോലെ ശരിക്കും ഫീൽ ചെയ്തു. അവർ രണ്ടുപേരും ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ടാർഗറ്റ് ചെയ്ത് എന്നാൽ വലിയ പേഴ്സണൽ ഗ്രഡ്ജൊന്നും ഇല്ലാതെ മുമ്പോട്ട് പോവുകയായിരുന്നെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു. അത് ശരിക്കും നേർക്ക് നേരെ പറഞ്ഞുകൊണ്ട് കളിക്കുന്നതുകൊണ്ട് തന്നെ ആ കളിയിൽ ഒരു എത്തിക്സ് ഉണ്ട്. പക്ഷേ എത്തിക്സ് ഇല്ലാത്ത കുറച്ച് കളികൾ അവിടെ നടക്കുന്നുണ്ട്. ശൈത്യ ആദിലൊക്കെ എന്താണ് ചെയ്യുന്നത്? അനുമോളും ശൈത്യം തമ്മിലുള്ള വിഷയം അതിൽ ഭയങ്കര കട്ട ചങ്കാണ്, കട്ട ഫ്രണ്ട്സാണ്, നല്ല ഫ്രണ്ട്സാണെന്നും പറഞ്ഞുകൊണ്ട് അനുമോൾ ഇരുന്നാണ് ശൈത്യ അങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ശൈത്യയോട് വിശ്വസിച്ച് പറഞ്ഞ കാര്യങ്ങളടക്കം പല കാര്യങ്ങളും ശൈത്യ അപ്പുറത്തെ ഗ്രൂപ്പിൽ പോയി ഷെയർ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ശൈത്യ അനുമോളുടെ അടുത്തുനിന്ന് ഈ പിന്നിൽ നിന്ന് കുത്തുന്ന പണി തുടങ്ങിയത് ലാലേട്ടൻ വന്നിട്ട് ഈ മൊണ്ണകളാണ് ഹൗസിലെ ആണുങ്ങളെല്ലാം മൊണ്ണകളാണെന്ന് അനുമോൾ പറഞ്ഞു എന്ന് പറഞ്ഞ് ലാലേട്ടൻ വീഡിയോ കാണിച്ച് കൊടുത്ത സമയത്താണ്. ആ സമയത്ത് ശരിക്കും ശൈത്യ വിചാരിച്ചത് അനുമോൾ ആ പ്രസ്താവനയിലൂടെ പുറത്ത് ഭയങ്കര നെഗറ്റീവായി കാണുമെന്നാണ്. അന്ന് മുതലേ ശൈത്യ 2 വഞ്ചിയിൽ കാല് കുത്താൻ തുടങ്ങിയതാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് പൂർണ്ണമായിട്ടും, കാരണം 2-3 ആഴ്ചയായിട്ട് ലാലേട്ടൻ വന്ന് വഴക്ക് പറയുന്ന അനുമോളെയാണല്ലോ. അപ്പോൾ ശൈത്യക്ക് ആകെ കൺഫ്യൂഷനായി. ശൈത്യം എല്ലാം അപ്പുറത്തെ ഗ്രൂപ്പിലേക്ക് ചെയ്ത് അനുമോളുടെ കുറ്റം അവിടെ പോയിരുന്ന് പറയുന്നതും അനുമോളെക്കുറിച്ച് സംസാരിക്കുന്ന എല്ലാം ബിഗ് ബോസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുമുണ്ട്. പക്ഷേ ശൈത്യം ഇന്ന് അവിടെ കടന്ന് നടത്തിയ ഷോ ഓഫ് കണ്ടാൽ ഒന്നും അനുമോളുടെ കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ല. ഞാൻ അനിൻ്റെ അത് സ്വഭാവമല്ല എന്നൊക്കെ പറഞ്ഞ് ഇന്ന് ശരിക്കും പറഞ്ഞാൽ അനുമോളുടെ പല്ലടിച്ച് കൊഴിക്കും എന്നൊക്കെയാണ് ശൈത്യ പറയുന്നത് കേട്ടത്. അനുമോൾ വലിയ സ്ക്രീൻ സ്പേസ് ഒന്നും ശൈത്യക്ക് കൊടുത്തില്ല കേട്ടോ. അധികം പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും അതിനോട് റിയാക്ട് ചെയ്തില്ല. സൈലൻ്റായിട്ട് അവിടെ ഇരിക്കുകയാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ആ കാര്യത്തിൽ അത് തന്നെയാണ് ചെയ്യേണ്ടത്. എന്തിനാണ് ഇവർക്കെല്ലാം കണ്ടൻറ് ഉണ്ടാക്കാനും അതെല്ലാം ഉണ്ടാക്കാനും വേണ്ടി അനുമോളുടെ നേരെ കയറി വരികയും ചെയ്യും. അവിടെ ഇപ്പോൾ ശരിക്കും ശൈത്യയെ വിശ്വസിച്ച് തന്നെയാണ് അനുമോൾ നിന്നത്. അനുമോൾ എവിടെയും പോയിട്ട് ശൈത്യയുടെ കുറ്റം പറഞ്ഞായിട്ടോ ശൈത്യയെ പുറകിൽ നിന്ന് കുത്തിയതായിട്ടോ തോന്നിയിട്ടില്ല. ശൈത്യ തന്നെ പിന്നിൽ നിന്ന് കുത്തുന്നതെന്ന് തോന്നിയപ്പം അനുമോൾ ശൈത്യയിൽ നിന്ന് മാറി നിന്നു. അതിൽ വലിയ തെറ്റൊന്നും തോന്നില്ല. അത് തന്നെയല്ലേ ഒരു ഗെയിമർ ആണെങ്കിൽ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഒരു ഗെയിമർ എന്ന നിലയിൽ ഒരു വ്യക്തി എന്ന നിലയിലും അനുമോൾ അത് തന്നെയാണ് ചെയ്യേണ്ടത്. അതിൻ്റെ കൂടെ അടുത്തയാൾ ശൈത്യൻ്റെ അതേ പാത പിന്തുടരുന്നുണ്ട് ആദില. നൂറയുടെ കാര്യം പറയാൻ പറ്റില്ല. പക്ഷെ ആദില ശരിക്കും ഇപ്പം 2 കളിയാണ് കളിക്കുന്നത്. അനു നെഗറ്റീവാണെന്ന് വിചാരിച്ച് ആദിലയും ശൈത്യയുടെ പുറകെ പോകാൻ തുനിയുമ്പോഴാണ് വൈൽഡ് കാർഡിൻ്റെ അടുത്തുനിന്നും അല്ലാതെയൊക്കെ ആയിട്ട് അനുമോളാണ് പുറത്ത് സപ്പോർട്ടുള്ളതെന്ന് മനസ്സിലാക്കി. ഇപ്പം രണ്ടും അല്ലാത്തൊരവസ്ഥയിലാണ് ആദില നിൽക്കുന്നത്. പക്ഷേ ഭയങ്കര ശൈത്യയുടെ അതേ
മാർഗം തന്നെ. ആദിലേക്കും ഇതല്ലാതെ വേറൊരു ഗെയിമില്ല. അനു പറഞ്ഞത് അപ്പുറത്ത് നിന്ന് ഷാനവാസിനോട് പറയും, അല്ലെങ്കിൽ ശൈത്യയോട് പറയും, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. തിരിച്ച് അവരെന്തെങ്കിലും ഉണ്ടെങ്കിൽ അനുവിനെ വന്ന് ക്വസ്റ്റ്യൻ ചെയ്യും. ഇതൊക്കെയാണ് ആദില അവിടെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ നൂറ വേറൊരു റൂട്ടിൽ കൂടിയാണ് പോകുന്നത്. നൂറയെ മനസ്സിലാവുന്നില്ല, ആർക്കും പിടി തരാത്തൊരു രീതിയിൽ. അനുവിൻ്റെ കൂടെ നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, എന്നാൽ ഇല്ല എന്നുള്ള മട്ടിൽ ഇങ്ങനെ പോകുന്നുണ്ട്. അത് മനസ്സിലാകണമെങ്കിൽ കുറച്ച് ദിവസം കൂടെ കഴിയും. ഇങ്ങനെയുള്ള പല കളികൾ അവിടെ നടക്കുന്നു. ഇങ്ങനെ പിന്നിൽ നിന്ന് കൂടെ നിന്ന് ചതിക്കുന്നവരെക്കാളും ഭേദം മുന്നിൽ നിന്ന് നേരിട്ട് എതിർക്കുന്നവർ തന്നെയാണ്. അത് തന്നെ ശൈത്യക്കാലം എത്രയോ ഭേദം തന്നെയാണ് ജിസയിലും. ജിസയിലിന് അത്യാവശ്യം സപ്പോർട്ടുണ്ട് പുറത്ത്. ജിസയിലും അനുമോളും ശരിക്കും അവിടെ കുറച്ചുകൂടെ നല്ല രീതിയിൽ പോയ ടോപ്പ് 5 രണ്ടുപേരും ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വൈൽഡ് കാർഡ്സ് അത്യാവശ്യം കുഴപ്പമില്ലാതെ സാബുമാൻ ഒഴിച്ച് എല്ലാവരും കളിക്കുന്നുണ്ട്. അതിൽ ലക്ഷ്മിയെ നല്ലൊരു സ്റ്റാൻഡേർഡ് കണ്ടസ്റ്റൻ്റായിട്ട് തോന്നിയിട്ടുണ്ട്. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാലേ അത് ക്ലിയർ ആവുകയുള്ളൂ. അങ്ങനെയൊക്കെ പോകുന്നു സീസൺ 7 കളികൾ. പിന്നെ അക്ബറും അപ്പാനിയും ഗ്രൂപ്പിലേക്ക് ഷാനവാസ് പോയിട്ടുണ്ട്. അതോടുകൂടി ഷാനവാസ് അവരുടെ സ്റ്റാൻഡേർഡിലേക്ക് പോയിട്ടുണ്ടോ എന്നൊരു ചെറിയ ഡൗട്ട്. അനീഷ് എന്തായാലും ഇൻഡിവിജ്വലായിട്ട് ഗെയിം മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അനീഷിന് സ്ക്രീൻ സ്പേസ് കൊടുക്കാതിരിക്കാൻ അവർ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. എന്നാലും അനീഷിൻ്റേതായ ഗെയിമിലൂടെ സ്റ്റാൻഡേർഡായിട്ട് തന്നെ അനുമോളുടെ കൂടെ അനുമോൾക്ക് ഇന്ന് പ്രേക്ഷകർ ഓണത്തിന് സ്പെഷ്യൽ വിഭവം ഉണ്ടാക്കാനുള്ളൊരു പ്രേക്ഷകരുടെ അംഗീകാരമൊക്കെ കിട്ടിയല്ലോ. അതിലൊക്കെ അനീഷ് ശരിക്കും നല്ല ഹാപ്പിയാണ്. അനീഷിന് മാത്രമേ ആ കാര്യത്തിൽ അവിടെ ശരിക്കും ആത്മാർത്ഥമായിട്ട് സന്തോഷം ഉണ്ടായുള്ളൂ എന്നാണ് തോന്നുന്നത്. എന്തായാലും ഈ കാര്യത്തിലൂടെയൊക്കെ ഹൗസ് മേറ്റ്സിന് കംപ്ലീറ്റ് മനസ്സിലായിട്ടുണ്ട് അനുമോക്കാണ് പുറത്ത് സപ്പോർട്ടെന്ന്. ഓരോരുത്തരും മെല്ലെ മെല്ലെ ഗെയിം മാറ്റി പിടിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തുള്ളൂ. ബിന്നിയും അങ്ങനെയുള്ള കുറേ പേര് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുന്നുണ്ട്. റെന ഫാത്തിമ ശരിക്കും അത് മനസ്സിലാക്കി റൂട്ട് മാറ്റി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളിപ്പം ഹൗസിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ലക്ഷ്മി മസ്താനി അവിടെ ഇവിടെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ലക്ഷ്മിയൊക്കെ ശരിക്കും ലക്ഷ്മിക്ക് നന്നായിട്ട് അറിയാം അനുമോക്ക് പുറത്ത് സപ്പോർട്ടുണ്ട്. പക്ഷേ ലക്ഷ്മിയൊക്കെ ആ ഹൈപ്പ് അവിടെ അനുമോക്ക് കൊടുക്കുന്നുമില്ല, എന്നാൽ നേരിട്ട് ടാർഗറ്റ് ചെയ്യുന്നുമില്ല. സ്ക്രീൻ സ്പേസ് ഒന്നും അധികം കൊടുക്കാത്ത രീതിയിൽ അവരുടേതായ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കി മുമ്പോട്ട് പോകുന്നുണ്ട്. 2 ദിവസമായിട്ട് അനുമോക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കരുതെന്ന് ഹൗസ് മേറ്റ്സ് തീരുമാനിച്ചെങ്കിലും ഇന്നലെ എന്താ പറയുക സൈലൻ്റായി നടക്കണം എന്നുള്ള പണിയിലൂടെ അപ്പാനി പുറകെ അനുമോക്ക് തന്നെയായിരുന്നു സ്ക്രീൻ സ്പേസ് ഉണ്ടായിരുന്നത്. ഇന്നാണെങ്കിൽ ജിസയിൽ ഒരു പൊട്ടത്തരം കാണിച്ച് അനുമോക്ക് പണി കിട്ടാൻ വേണ്ടി കൊടുത്തിട്ട് അനുമോക്ക് തന്നെ ഇന്നത്തെ സ്ക്രീൻ സ്പേസും അനുമോൾ തന്നെ കൊണ്ടുപോയി. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അനുമോൾ അത്യാവശ്യം നല്ല കഴിവുള്ള കുട്ടിയാണ്. അതായത് എല്ലാ കലാപരമായിട്ടൊക്കെ നല്ല കഴിവുണ്ട്, എല്ലാ കാര്യത്തിലും ഉണ്ട്. കുറച്ചുകൂടെയൊക്കെ ഒരു ആക്റ്റീവാകാൻ ആരും സമ്മതിക്കുന്നില്ല. അനുമോക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കരുത് എന്നുള്ള അവരുടെയൊക്കെ ചിന്ത. പക്ഷേ അവർ വേറെ ഗെയിമൊന്നും അവരുടെ ഗെയിം അനുമോളായിരുന്നു. ആർക്കും ഇപ്പോൾ ഗെയിമില്ല. അവരത്രയും വലിയൊരു ഗ്രൂപ്പാണ്. അവർക്ക് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പരസ്പരം ആരെയും ടാർഗറ്റ് ചെയ്യുന്നില്ല. അനുമോൾ മാത്രമായിരുന്നു അവരുടെ ടാർഗറ്റ്. ഇപ്പോൾ ആരെയും ടാർഗറ്റ് ചെയ്യാനില്ലാതെ സോഫയിലും ബീൻ ബാഗിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ വേറെ ഇറങ്ങിയ പോലെ ഇരിക്കുകയാണ് എല്ലാവരും. അവർക്കൊന്നും ഒരു ഗെയിമും ഇല്ല, ഒന്നുമില്ല. പിന്നെ ആര്യൻ അവിടെ എന്തൊക്കെയോ ലക്ഷ്മീൻ്റെ തുണിയെടുത്ത് എന്നാ പറയുക മതിലിൻ്റെ പുറത്തേക്ക് ബിഗ് ബോസ് ഹൗസിൻ്റെ വെളിയിലേക്കൊക്കെ എറിയുന്നുണ്ടായിരുന്നു. അതെന്തായാലും ലാലേട്ടൻ്റെ അടുത്തുനിന്ന് പണി കിട്ടാനുള്ള പണിയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ വേറെ കുറേ നടക്കുന്നുണ്ട്. എന്തായാലും ഇതൊക്കെയാണ് ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്നത്. എന്തായാലും ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ആദില ശൈത്യമൊക്കെ ചെയ്യുന്ന കളിയേക്കാളും എത്രയോ ഭേദമാണ് ജിസയിലും അനുമോളും തമ്മിലുള്ള ഗെയിം. അതാണ് ഡീസൻറ്റ് ഗെയിം എന്ന് പറയേണ്ടി വരും. എന്തായാലും ശൈത്യം അനുമോളുടെ പല്ല് അടിച്ച് കൊഴിക്കും എന്നൊക്കെ ഇന്ന് പറയുന്നുണ്ടായിരുന്നു. 2 ദിവസം കൂടെ അനുമോൾ സൂക്ഷിക്കേണ്ടി വരും. 2 ദിവസം കഴിയുമ്പോൾ എന്തായാലും ശൈത്യം വീട്ടിൽ പോയിക്കോളും. എന്തായാലും ഇതൊക്കെയാണ് എൻ്റെ അഭിപ്രായങ്ങൾ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.